താൻ തിരക്കിലാണോ? അല്ല, പറഞ്ഞു. അല്ല, ദുർഗയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എന്ത് ബുദ്ധിമുട്ട്? കിരൺ പറഞ്ഞു. അല്ല, അത് പിന്നെ ദുർഗയെ കിരൺ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം, അല്ലാതെ വെറുതെ പറ്റിക്കരുത്. ഇതും കൂടെ കൂട്ടി 73ാമത്തെ തവണയാ എന്നോടൊന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കുന്നത്. ഒന്ന് പറ കിരൺ, എന്താ കാര്യം? അത് പിന്നെ ദുർഗയെ പറ. എന്നെ? അല്ല, ദുർഗയല്ല. ദുർഗ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിരുന്നു. ഇതാണോ കാര്യം? ഇതിനായിരുന്നോ ഇത്രയ്ക്ക് ബിൽഡപ്പ്? ഒരാള് നല്ലത് ചെയ്താ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? പിന്നെ വേണം വേണം. പറയുന്നത് കേട്ടതൊന്നും ഞാൻ ആദ്യമായിട്ടാണ് കിരണിന് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതെന്നും കിരൺ അത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. ഞാൻ ഇന്നൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തന്നാലും താൻ ഇത് തന്നെയല്ലേ പറയാറ്? എടോ, നമുക്കിടയില് ഇത്തരം ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. അതൊക്കെ ഭയങ്കര ബോറാ. ശരി ശരി, ഇനി ഉണ്ടാവില്ല. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിച്ചേക്ക്. എന്റെ പ്രൊമോഷൻ ഉടനെ റെഡിയാവുന്ന സാറ് പറഞ്ഞേ. പ്രൊമോഷൻ കിട്ടിയാൽ ഉടനെ കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കണമെന്നാ എന്റെ പ്ലാൻ. നല്ല തീരുമാനം. അല്ലെങ്കിലും കിരണിന്റെ കല്യാണ പ്രായം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ തനിക്കൊരു കല്യാണമൊക്കെ വേണ്ടേ? കിരണിനെ അറിയാലോ, കല്യാണത്തെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടാനാ ഞാൻ ജീവിക്കുന്നത്. എന്റെ അമ്മയുടെ പേരിലുള്ള കളങ്കം എന്നേക്കുമായി മാറ്റി ജയശ്രീയുടെ മകളായി എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കണം. ഇത്രയും നാള് എന്റെ അമ്മയെ തെറ്റിദ്ധരിച്ച് പറഞ്ഞവരെ കൊണ്ടെല്ലാം തിരിച്ചു പറയിക്കണം. അത് മാത്രം എന്റെ സ്വപ്നം. ഞാനൊരു കാര്യം തുറന്നു പറയുന്നത് കൊണ്ട് ദുർഗയ്ക്ക് വിഷമം തോന്നരുത്. അല്ല, മനുഷ്യരല്ലേ, തെറ്റുകളൊക്കെ പറ്റാം. നമുക്ക് സ്നേഹമുള്ളവര് തെറ്റുകൾ ചെയ്യില്ല എന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ അത് സത്യമാണെന്നുണ്ടോ? ജയാമ്മയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചുകൂടാന്നില്ലല്ലോ. ഇല്ല, എന്റെ അമ്മ ഒരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യില്ല. അതെനിക്ക് ഉറപ്പാ. എന്നെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പോലും അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് സത്യത്തിന്റെയും നീതിയുടെയും കാര്യങ്ങളാണെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി. ഞാനുണ്ട് തന്റെ ഒപ്പം. നമ്മളിത് കണ്ടുപിടിക്കും. സത്യം എന്താണെന്ന് എല്ലാവരെയും നമ്മൾ അറിയിക്കും.